അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ അറബി ഗ്രാമറിൻ്റെ 8ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അൽ ഫായിൽ. ഇസ്മു നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഫായിലിനെ കുറിച്ച് അൽ ഫായിൽ പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ മുബ്തദ, ഖബർ എന്നിവ പഠിച്ചു. അവ ജുംല ഇസ്മിയുടെ പ്രധാന ഘടകങ്ങളാണ്. ജുംല ഇസ്മിയക്കുള്ള 2 ഘടകങ്ങളാണ് മുബ്തദയും ഖബറും. ഇന്ന് നാം ജുംലത്ത് ഫിഇലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ഫായിലിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ജുംലത്ത് ഫിഇലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതെന്താണ്? ജുംലത്ത് ഫിഇലിൽ എന്തെല്ലാം ഉണ്ടാകും നമുക്ക് അറിയാലോ. ഫിഇല്, ഫായില്, മഫൂല്. അതിൽ ഫായിലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഫായില്? നോക്കാം. ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയെയോ വസ്തുവിനെയോ ഫായിൽ എന്ന് പറയുന്നു. പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും, അതല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ടാവും. അതിനെയാണ് എന്ത് പറയുക നമ്മൾ? ഫായിൽ എന്ന് പറയാം. ഫിയൽ ആദ്യത്തിലായിരിക്കും ഉണ്ടാവുക. ഫിയൽ ആദ്യത്തിൽ വരും, ഫായിൽ രണ്ടാമത്തേലാണ് വരിക. ഒരു വാക്യത്തിൻ്റെ ഘടനയുടെ രണ്ടാമത്തേലാണെന്ന് വരിക. അതേസമയത്ത് ഇസ്മു ജുംലിയൽ ആ ഇസ്മു വന്നത് ആദ്യത്തിലാണ്. ഇവിടെ ഇസ്മു ഫിയലിയൽ ഫിയൽ വരുന്നത് ആദ്യത്തിലാണ്. രണ്ടാമതാണ് എന്ത് വരുന്നത്? ഫായിൽ. അതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഫിഅല് ആരാണ് ചെയ്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഫായിൽ. അതായത് ഫിഅല് എന്താണ് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഫായിൽ. അപ്പോൾ ഫായിൽ എന്താണെന്ന് നമുക്ക് കിട്ടി, ചോദ്യത്തിൻ്റെ ഉത്തരം. ജുംല ഫിഅലിലെ ഘടന എന്താണെന്നറിയോ? സാധാരണയായി ഫിഅലും ഫായിലും ഉണ്ടാവും. പിന്നെ ഒന്നും കൂടി ഉണ്ടാകുന്നുണ്ട്. എന്താണത്? മഫ്ഊലാണ്. ഉദാഹരണം, ദഹബ സെയ്ദുൻ. ദഹബ സെയ്ദുൻ എന്ന് പറഞ്ഞാൽ സെയ്ദ് പോയി എന്നാണ് അർത്ഥം. അപ്പോൾ ദഹബ എന്താണ്? ഫിയലാണ്. പിന്നെ ആ ഫിയൽ എന്താ ചെയ്തത്? ദഹബ ഫിയൽ, സെയ്ദുൻ എന്നുള്ള എന്താണ്? സെയ്ദാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ അർത്ഥം സെയ്ദ് പോയി എന്നാണ്. അപ്പോൾ പോയി എന്നുള്ളത് എന്താണ്? ഫിയലാണ്, അല്ലേ? പിന്നെ സെയ്ദ് എന്നുള്ളതോ ഫായിലാണ്. ആരാണ് പോയതെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല നമുക്ക്. അപ്പോൾ അങ്ങനെയാണ് അത് കേൾക്കുന്നത്. അപ്പോൾ രണ്ടാമതാണല്ലോ ദഹബ സെയ്ദ് എന്ന് പറഞ്ഞത്. സെയ്ദ് രണ്ടാമതാണല്ലോ വരുന്നത്. അപ്പം ഫായിൽ എന്നുള്ളത് രണ്ടാമതാണ് വരാമെന്നർത്ഥം. കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കൂ. എന്താണത്? കതബ അത്വാലിബു. വിദ്യാർത്ഥി എഴുതി എന്നാണ്. കതബ എഴുതി. ആരാണ് എഴുതിയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അത്വാലിബ്. ത്വാലിബാണ് എഴുതിയത്. അപ്പോൾ ആ ഉദാഹരണം നമുക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് നമുക്ക് വരിക. എന്താണത്? ജാലിസുൽ വലതു. കുട്ടി ഇരുന്നു എന്നാ. ജാലിസുൽ വലതു. രണ്ടിൻ്റെ ഇറാബ് ലമ്മാണ് നോക്കണേ. കുട്ടി ഇരുന്നു. അപ്പോൾ ജാലിസ് എന്നുള്ളത് ഇരുന്നു ആണ്. എന്താണത്? ഫായിലാണ്, അല്ല? ഫായില് വാലിദു. ജലസ എന്നുള്ളത് എന്താണ്? ഫിയലാണ്, ഫിയൽ. ഉദാഹരണം അർത്ഥം നോക്കുക. ജാ മുഹമ്മദുൻ. ജാ മുഹമ്മദുൻ. മുഹമ്മദ് വന്നു. അപ്പം ആരാണ് വന്നതെന്ന് ചോദിച്ചാൽ മുഹമ്മദ് കിട്ടും. അപ്പം മുഹമ്മദ് എന്താണ്? ഫായിലാണ്. ജാ എന്നുള്ളതോ ഫിയലാണ്. ഇനി ഫായിലിൻ്റെ ഇറാബ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇസ്മിൻ്റെ അഥവാ ഇസ്മ് ജുംലയുടെ ഇറാബ് രണ്ട് പദത്തിനും ലമ്മാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. ഇനി ഫായിലിന് എന്താണ് നോക്കുക. ഫായിൽ എല്ലായ്പ്പോഴും മർഫു ആയിരിക്കും. ഇവിടെയും ലമ്മ എന്നാണ് വരുന്നതെന്ന് അർത്ഥം. അതുകൊണ്ട് സാധാരണയായി അതിൻ്റെ അവസാനം ലമ്മ് വരും. എന്തിൻ്റെ? ഈ ഫായിലിൻ്റെയും ഫിയലിൻ്റെയും. ഉദാഹരണമായിട്ട് സെയ്ദുൻ, അത്വാലിബു, അൽ വലദു, മുഹമ്മദുൻ. ഇവിടെയൊക്കെ തന്നെ ലമ്മാണ് വന്നിരിക്കുന്നത്. ഇനി ഫിയൽ ആദ്യം വരുന്നത് എന്തുകൊണ്ടാണ് നമുക്കൊന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഫിയൽ ആദ്യം വരുന്നത്? അറബിയിൽ ജുംലത്ത് ഫിഅലിയ സാധാരണയായി ക്രിയ കൊണ്ടാണ് തുടങ്ങുന്നത്. ജുംലത്ത് ഫിഅലിയിൽ ആദ്യം വരുന്നത് എന്താണ്? ക്രിയ. അതേസമയം ജുംലത്ത് ഇസ്മിയയിൽ നമ്മളെന്ന് പഠിച്ചത് എന്താണ്? ആദ്യം വരുന്നത് ഇസ്മാണ്. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. റഹബു സെയ്ദുൻ. അപ്പോൾ റഹബു സെയ്ദു എന്ന് പറഞ്ഞാൽ സെയ്ദ് പോയി, അല്ലേ? അതിൽ ദഹബു എന്നുള്ള എന്താണ്?
പിന്നെ സെയ്ദ് എന്നുള്ളത് ഫായിലാണ്, ദഹബ എന്നുള്ളത് ഫിയലാണ്. കതബു ത്വാലിബു അവിടെ എന്താണ്? ത്വാലിബു പിന്നെ ഫായിലാണ്, കതബ എന്നുള്ളത് ഫിയലാണ്. തിരിച്ചറിയാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ ഒരു വാക്യത്തിന് ആദ്യം ഫിയൽ കണ്ടെത്തുക, ആരാണ് ആ പ്രവൃത്തി ചെയ്തത് എന്ന് ചോദിക്കുക, ലഭിക്കുന്ന ഉത്തരമാണ് ഫായിൽ. അപ്പോൾ ഫായിലിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നേ. ഉദാഹരണ പരിശീലനം നോക്കൂ. ദഹബ അലിയുൻ, ദഹബു അലിയുൻ ഫിയലും ഫായിലുമാണ്. ദഹബ ഫിയൽ, ഫായിൽ പിന്നെ അലിയുനാണ്. ഫതഹൽ മുഅല്ലമുൽ ബാബ്, ഫതഹ മുഅല്ലമുൽ ബാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫതഹ തുറന്നു, മുഅല്ലമു എന്ന് പറഞ്ഞാലോ അധ്യാപകൻ. എന്താ തുറന്നത്? അൽ ബാബു മഫ്ഊലാണ്. അപ്പോൾ ആദ്യത്തേത് ഫിയലാണ്, രണ്ടാമത്തേത് ഫായിലാണ്, മൂന്നാമത്തേത് പിന്നെ മഫ്ഊലും ബിഹിയാണ്. അത് അർത്ഥഭാഗത്തിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓർക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചോളി. ഫായിൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നവനാണ്. ഫിയൽ കഴിഞ്ഞാണ് സാധാരണ ഫായിൽ വരിക. ഫായിൽ എപ്പോഴും മർഫൂ ആയിരിക്കും. ഫായിൽ എന്തായിരിക്കും? മർഫൂ ആണ്. ആരാണ് ചെയ്തത് എന്ന ചോദ്യത്തിന് ലഭിക്കുന്ന ഉത്തരമാണ് ഫായിൽ. ഇനി ക്ലാസ്സിൻ്റെ സംഗ്രഹം. ഇന്ന് പഠിച്ചത് ഫായിൽ എന്താണ്, ജുംലത്ത് ഫായിലിൻ്റെ ഘടന എന്താണ്, ഫായിലിനെ എങ്ങനെ തിരിച്ചറിയാം, ഫായിലിൻ്റെ ഇറാബ് എന്താണ്, നിരവധി ഉദാഹരണങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഹോംവർക്ക് ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ഫിയലും ഫായിലും കണ്ടെത്തുക. ദഹബ ഖാലിദുൻ, കതബ ത്വാലിബുൻ, ജലസ റജുലുൻ, ഖറാഅൽ വലദു, പിന്നെ ഫതഹുൽ മുഅല്ലിമുൽ ബാബ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അല്ലാഹു കേട്ടതനുസരിച്ച് നമ്മൾ ചെയ്യാൻ തൗഫീഖ് ചെയ്താണ്.